നമസ്കാരം. ആലപ്പുഴ ബീച്ചിലെ പോർട്ടബിൾ അക്വേറിയം കാണാൻ വന്നതാണ്. വളരെ വലിയൊരു സംഭവം തന്നെയാണ്. കാരണം കുട്ടികൾക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടും. അത്രയ്ക്കൊരു കിടലായിട്ടാണ്. നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ അവധി ദിവസങ്ങളിലൊക്കെ വലിയ ചിലവ് കുറച്ച് കുട്ടികളെ ഒന്ന് സന്തോഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആലപ്പുഴ ബീച്ചിൽ വന്നിട്ട് ഈ പോർട്ടബിൾ അക്വേറിയം മറൈൻ വേൾഡ് എന്നാണൊക്കെ പറയുന്നത്. ഈ ഒരു സംഭവം ഈ പോർട്ടബിൾ അക്വേറിയം വന്ന് കാണണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. 120 രൂപ ടിക്കറ്റ് ചാർജേ ഉള്ളൂ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. നമുക്ക് മുതിർന്ന ആൾക്കാർക്ക് 5 വയസ്സിന് മുമ്പോട്ടുള്ള ആൾക്കാർക്ക് 120 രൂപ ടിക്കറ്റ് ചാർജാണ്. വളരെ കുറഞ്ഞ റേറ്റാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും സന്തോഷിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ വലിയ ജനത്തിരക്കാണ് കേട്ടോ അനുഭവപ്പെടുന്നത്. ഇന്ന് അവധി ദിവസം അല്ലാഞ്ഞിട്ട് പോലും തിങ്കളാഴ്ചയാണ്. അപ്പോൾ തിങ്കളാഴ്ചയൊക്കെ എനിക്കൊന്ന് ഉച്ചയ്ക്ക് 2 മണി വരെ ഉള്ളൂ. അപ്പോൾ ഈ അവധി ദിവസം അല്ലാഞ്ഞിട്ട് പോലും അത്രയ്ക്ക് വലിയ തിരക്കാണ്. അത്രയ്ക്ക് ആൾക്കാർ ഈ ഒരു സംഭവം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുള്ളതെന്ന് ഈ തിരക്ക് കാരണം ഇങ്ങനെ ഇവർ ഡേറ്റ് കൂട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവർ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. സത്യം പറയുന്നതിൻ്റെ അകത്ത് വരെ കുട്ടികൾക്ക് വളരെയധികം സന്തോഷമാണ്. അതിൻ്റെ അകത്ത് 100% ഉറപ്പാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ബീച്ചുകളിലും അതുപോലെ വലിയ വലിയ ഗ്രൗണ്ടുകളിലൊക്കെ ഇതുപോലുള്ള സംരംഭങ്ങൾ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, വീടുകളിലൊക്കെ ഇരുന്ന് ബോറടിക്കുന്ന ആൾക്കാർക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ, നമുക്കിപ്പോൾ വെളിയിലോട്ടാണെങ്കിൽ ഒരുപാട് പൈസ ചിലവാകുമെന്നുള്ള രീതിയിലാണ് പലരും വീടുകളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നത്. അപ്പോൾ അത്രയ്ക്കും ചിലവ് കുറഞ്ഞ രീതിയിൽ ഇതുപോലുള്ള ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്കും സന്തോഷിക്കാൻ പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇവിടെ കയറുമ്പോൾ ആദ്യം കാണുന്നത് നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കുട്ടികൾക്ക് ഏറെ സഹായകമാകും. ഇതിനുള്ളിൽ കയറുമ്പോൾ കുട്ടികളൊക്കെ വേറെ ലോകത്താണ്. കുട്ടികൾ വളരെയധികം സന്തോഷത്തിലാണ്. നമ്മുടെ കുട്ടിക്കാലത്തൊന്നും ഇത് അനുഭവിക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെങ്കിലും തലമുറ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കട്ടെ. ചുമ്മാതെ മൊബൈലും ലാപ്ടോപ്പും TV ഒക്കെ കാണിച്ച് കുട്ടികളെ വീട്ടിലിരുത്താതെ ഇങ്ങോട്ട് ഇറക്കി വിടണമെന്ന് തന്നെയാണ് എനിക്ക് പറയാം. അത്രയ്ക്ക് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള സംഭവം ഇവിടെ ഉണ്ട്. ഇവിടെ മൃഗങ്ങളുടെ രൂപങ്ങൾ ആനിമേറ്റഡ് രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം അനങ്ങുന്നതാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം നമുക്കുണ്ടായത്. അനങ്ങുന്നതാണ്. ഇപ്പോൾ ഒറിജിനൽ മൃഗങ്ങളാണോ എന്ന് തോന്നിപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇത് ഒറിജിനലായിട്ട് തോന്നും കേട്ടോ. ജിറാഫ്, പുലി, കടുവ, ആന, സിംഹം എല്ലാം കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും ഇവിടെ ആനിമേറ്റഡ് രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. Do you think we'll ever go back down? I don't know.
അക്വേറിയത്തിലോട്ട് കയറി കഴിഞ്ഞാൽ മീനുകളുടെ ഒരു മായാലോകം തന്നെ. നമുക്കറിയാം കടലിൽ ചില ചുരുക്കം മീനുകൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജീവനോടെ നമുക്ക് കടലിലെ ഭൂരിപക്ഷ മീനുകളും കാണാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞെട്ടിക്കുന്ന ജനത്തിരക്ക് തന്നെയാണ്. ഈ ഉച്ച സമയം ഇത്രയും തിരക്കുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ എന്തും വേണ്ടി ജനങ്ങളിൽ വന്ന് മറിയൊന്ന് പറയാൻ പറ്റുമോ? എന്താ പറഞ്ഞല്ലോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ പിടിച്ചാടാക്കണം നോക്കണം. കണ്ടതാ എന്നാ നട 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 പതുക്കെ പതുക്കെ നിന്നവിടെ നില്ലേ
Amin. Do you think we'll ever go back down? I don't know.